കൊള്ളാം, നല്ല പൊളപ്പൻ ഡാൻസ്. നസക്ക് വിട്, ഇരിക്കട്ടെ ഓരോ കിഴികള്. എന്നാ പിടിക്ക് നിങ്ങളുടെ കിഴി. ഇതിൽ എത്ര പൊന്മണമുണ്ട്? 9 ഇവിടെ കിടന്ന് ആടി ഊപ്പാട് വന്നതല്ലേ. ഈ ഞവരക്കിഴി കൊണ്ട് നസക്ക് വിട്. പെണ്ണെ കൊണ്ടുപോയി ചാവ് പിടിക്കാൻ പുല്ലേ. അങ്ങനെ. പ്രഭു, ഒരു സംശയം. ബാബുവലി ആണോ അങ്ങയുടെ മോനാണോ അടുത്ത രാജാവ്? എന്റെ മകൻ, എന്റെ മകൻ. നിങ്ങളെ മോനോ? എന്നിട്ട് അവ എവിടെ? പറയും പോലെ എന്റെ തന്തലോട്ട് ചെറുക്കൻ എവിടെ പോയി തൊലഞ്ഞു കിടക്കണം. ഇവിടെ അല്പം സമയം കിട്ടിയ ശിവമാമി ആ ചെറുക്കനെ രാജാവാക്കാൻ നോക്കണം. ഏരണം കേട്ട വാപ്പിളി പയല്. ഈ പോക്ക് പോവുകയാണെങ്കിൽ മക്കൾ മതി രാജ്യം തൊലയും. യൗമാര് തൊലയ്ക്കും. വല്ലാല ദേവൻ വരാൻ നേരമായി. ആ കുഴലെടുത്ത് ഊതിയാണ്. ശരിയാവൂല. ഇടേ ശരിയാ. ഇന്നലെ കഴിച്ച ഫുഡ് ഇച്ചിരി വിഷയമാണ്. ഒരു ഊത്തിന് 2 ശബ്ദം കേൾക്കും. എന്നാ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ശിവമാമി അമ്മച്ചിരെ ആദ്യത്തെ സന്തതി, ആദ്യത്തെ മോയ് വല്ലാല ദേവൻ ആ പൈലുതാ എഴുന്നള്ളടേ. തള്ളേ, എന്റെ മകൻ പല്ലുകള് ആരുടെ വായിക്കൊള്ളാത്ത പേരിട്ടത് അങ്ങ് തന്നെയാണ് ഇട്ടത്. എന്നാ ഇറങ്ങി പോയണ്ട മോനെ പല്ല. നീ എവിടെയായിരുന്നു? ഈ രാജ്യത്ത് നിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അറിയാമോ? അച്ഛൻ പേടിക്കണ്ട, ഞാനിപ്പോൾ സേഫ് ലാൻഡിലാണ്. ഓഹോ, പാസ്പോർട്ട് ഇല്ലാത്ത നീ എപ്പോ അവിടെ എത്തി? സേഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സ്ഥിതിയിലെന്നാണ്. അങ്ങനെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്തിനടാ? ഞാൻ വരുന്ന വഴിക്ക് ഒരു മീൻ ചട്ടി പൊട്ടിച്ചു. ഒരു മീൻ ചട്ടിയല്ലേ വിട്ടുകളാ? 4000 രൂപ മീൻ ചട്ടിയാണ് ഞാൻ പൊട്ടിച്ചത്. ദ്രോഹി, അക്കരയും പൊട്ടിച്ചിട്ട് മീൻ ചട്ടി എന്നാ? നിങ്ങൾ അറിഞ്ഞ ആ കള്ള കളവിയ ബാബുവിനെ രാജാവാക്കാൻ നോക്കണം. അതിനൊന്നും നീ പേടിക്കണ്ട. ഈ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ ഭല്ല. അയ്യടാ, നന്നായിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് മൂലക്കുരു അർച്ചസും അല്ലേ? അത് എനിക്ക് കിട്ടിയിട്ട് വേണം ഞാൻ കിടന്ന് നിരയിക്കാൻ. ഇവിടെ രാജാവാകണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഉത്തരം പറയാമോ? ഭയങ്കര ബുദ്ധിയാണ്. അച്ഛൻ ചോദിക്കും. എന്ന ആദ്യത്തെ ചോദ്യം പിടിച്ചോ. നമ്മുടെ ദേശീയ മൃഗം ഏതാടാ? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, കടുവ. പക്ഷെ അതറിയാത്ത ഒരാളുണ്ട് ഈ ലോകത്തിൽ. അതാര്? ആ കടുവ. ഞാൻ ജയിച്ചു. നന്നായി. എന്നാ അടുത്ത ചോദ്യം പിടിച്ചോ. പാൽ, ചെരുപ്പ്, മാംസം ഇതൊക്കെ നമുക്ക് തരുന്ന മൃഗമേത്? അച്ഛൻ. ഞാനോ? ഇതെല്ലാം വീട്ടിൽ വാങ്ങിച്ചോണ്ട് പറഞ്ഞ നിങ്ങളല്ലേ പോവാ? അപ്പോൾ ആ മൃഗം അച്ഛൻ. നസക്ക് വിടും ഞാൻ. എന്നെ നസക്കിയാ ഞാനും നസക്കൊല്ലല്ലേടാ മക്കള്. വല്ലാൽ ദേവൻ വിജയിച്ചാലും പിന്നെ നീ പറഞ്ഞ ഓടെ അങ്ങ് വിജയിക്കും. 3 പ്രാവശ്യമാണ് ഇവൻ 10ാം ക്ലാസ് എഴുതിയത്. 3 പ്രാവശ്യം മുട്ട. നീ വന്ന കാര്യം പറ. ഭയങ്കര ഭൂമി കുലുക്കം. ഒരു സെന്റ് ഭൂമിയാലും ഇല്ലാത്ത നീ എന്തിനാ ഭൂമി കുലുക്കത്തെ പേടിക്കുന്നത്? അതല്ല രായ, അയൽ രാജ്യത്തെ മഹാരാജാവ് യുദ്ധത്തിന് വിളിക്കണമെന്ന്. യുദ്ധത്തിന് ഞാൻ തയ്യാർ. 1000 നാഗങ്ങളുടെ കേൾവിശക്തിയും 500 ആനകളുടെ ആരോഗ്യവും, എന്തിനേറെ പറയുന്നു പരമശിവന്റെ കൈലാസം വരെ പിടിച്ചടക്കാനുള്ള കഴിവ് ഈ പല്ലാൽ ദേവനുണ്ട്. അച്ഛാ, കുനിഞ്ഞൊരു കുപ്പ എടുക്കാനുള്ള കഴിവില്ല. ഇവനാണ് യുദ്ധത്തിന് പോണത്. യുദ്ധം ഇറങ്ങി പോടാ വെളിയില്. അല്ലെങ്കിൽ ഞാൻ പോവാം, ഇല്ലെങ്കിൽ ഇവ എന്നെ നശക്കി വിടും. വരൂ ദേവസേന, കാത്തിരിക്കുകയായിരുന്നു. നിന്റെ പപ്പ എവിടെ? എനിക്ക് അങ്ങേരെ ഒന്ന് കാണണം. അയ്യോ, പപ്പ ലാട്രിനിലാണ്. അതൊന്ന് പോയത് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ പറഞ്ഞില്ലല്ലോ. കറക്റ്റായിട്ട് ശമ്പളമൊക്കെ അയക്കുന്നുണ്ട്. അയ്യോ, ലാട്രിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥലമാ, അല്ലാതെ വിദേശ രാജ്യമൊന്നും അല്ല. അതെന്താ ഇങ്ങനെ? ചമ്മിയനുള്ള മീശി കിട്ടാതെ. ദേവസേന, ഞാനൊരു വിജയാണ്. വിജയോ എന്ന് വെച്ചാ? വിജയ് എന്ന് വെച്ചാൽ വികാരജീവി. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. മൂത്ത് നരച്ച് ആ കളവന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? നീ എന്നോട് പറ. എന്തോന്ന്? ഐ ലവ് യു എന്ന്. അയ്യടാ, ഈ മനുഷ്യന്റെ നാണില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അളിയ, എനിക്കൊരു സംശയം. ഈ മകിഴ്മതി എന്ന് പേരുള്ള നമ്മളെ നാട് എന്നോട്ടളിയ ഈ മക്കൾ മതി നാക്കിയത്?
എടേ ഇവിടെ രണ്ട് കന്നന്തരി പിടിച്ച ചെറുക്കന്മാരുണ്ട്. ഉള്ളത് തന്നെ. ഒരുത്തൻ രാവിലെ തുടങ്ങുവാടി. ചെണ്ടടിയാ? ചെണ്ടടിയല്ലാന്ന്, വെള്ളമടിയും തമ്മിലടിയും. എന്നിട്ട് ഇവന്മാർക്ക് രണ്ടുപേർക്കും സിംഹാസനം വേണം. അന്ന് അവര് തീരുമാനിച്ച് മക്കൾ മതി. അതിങ്ങനെ പറഞ്ഞ് മക്കൾ മതി എന്ന രാജ്യമായി. പറയും പോലെ നിനക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത്? അതെ, പണ്ട് കാലകേയനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ അച്ഛൻ അറാവലയ്ക്ക് അങ്ങോട്ട് തീർന്നു. ആ വേക്കൻസിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എങ്കിൽ ഉടനെ നിന്റെ വേക്കൻസിയിൽ നിന്റെ മോനും ജോലി കിട്ടും. ആന്തരളി അങ്ങനെ പറഞ്ഞത്? അതിനിവിടെ 24 മണിക്കൂർ യുദ്ധമല്ലേ? ഊത്ത് വിളിക്കണ്. എന്തിന്? മാമി വരണമെന്ന്. മക്കൾ മതി ദേശം വാഴും പറഞ്ഞാ കേക്കാത്ത ഫയലുകളുടെ തള്ള ശിവം മാമി അമ്മ എഴുന്നള്ളുന്നേ. പൂജയ്ക്കുള്ള സാധനമാണോ റാണി? അല്ല, പൂച്ചയ്ക്കുള്ളതാ. മത്തി. അപ്പൊ ഇന്നും മത്തിക്കരുത് തന്നെ കൊട്ടാരത്തിൽ. അസക്ക് വിട് ശിവമാമി. എന്ന് വെച്ചാ എടാ കുടംപുള്ളിയിട്ട് പിഴിഞ്ഞു വെച്ചാ 2 പ്ലേറ്റ് ചോറ് കൂടുതൽ തിന്നാന്ന്. തൊത്തിക്കയ്യ, ആ കുട്ടപ്പനെയും കൂടി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബാബുബലിയുടെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തൂ. അപ്പോ എന്റെ മകനെ രാജാവാക്കിയില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ നസക്കി വിടും. കൊറേ ഒലത്തും. പണ്ട് നാട്ടുകാരെല്ലാരും കൂടി നസക്കി വിട്ടാണ് ഈ കൈ ഇങ്ങനെയായി പോയത്. ശിവമാമി, നിങ്ങൾ എവിടെയായിരുന്നെന്നേ ഇന്നലെ? ഇന്നലെ കൊട്ടാരം നടത്തി നമ്മോട് പറഞ്ഞു ആധാറും പാൻ കാർഡും ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇന്നലെ മുഴുവൻ ഞാൻ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പുല്ലി കളഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. പഴയ സെറ്റല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവും. നമ്മുടെ പടത്തലവൻ കുട്ടപ്പനെ കണ്ടേയില്ലല്ലോ ഇന്ന്. ദൈവമേ 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 ദൈവമേ. എന്തിനെന്നേ രാവിലെ കിടന്ന് ദൈവത്തെ വിളിക്കണത്? രാവിലെ എന്റെ പഴങ്കഞ്ഞിയും ചുട്ട കരുവാടും അടിച്ചു മാറ്റിയവന്റെ തലയിൽ ഇടിത്തി വീഴണേ. ദൈവമേ ദൈവമേ. മാതി പ്രാഗിയത് നിനക്കുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെയല്ലേ നസക്കി അടിച്ചത്. അതിനൊന്നും അവന്റെ കൈക്ക് ഒരു കുരുവില്ല. നിർത്തൂ. ഞാൻ ചഞ്ചലചിത്തയായി. എന്ന് വെച്ചാൽ ആകെ വേവെടുത്ത് നിൽക്കുമ്പോഴാണോ നിന്റെയൊക്കെ പിള്ളേര് കളി? നമ്മുടെ 2 മക്കളിൽ ആരെ രായാവാക്കും? എന്റെ മകൻ. എന്താന്ന് ചോദിച്ചാൽ എന്റെ മകൻ. നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പറഞ്ഞുറപ്പിച്ചൂടെ? എന്തായാലും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ 2 പേരിലൊന്നും തൊടൂ. ഈ വിരലി തൊട്ടു. ബാബുബലി. അപ്പൊ മറ്റവരല്ല, അത് സുരേന്ദ്രൻ ബാബുബലി. അയ്യടാ. ബാബുവിനെ രാജാവാക്കണം. ഇത് ശിവമാമിയിൻ കട്ടളை. കട്ടളയായാലും കഥവാളിയായിരുന്നാലും ബാബുവിനെ ഞാൻ വിളിക്കും. കുട്ടപ്പ, ബാബുവിനെ വിളിക്കേ. ബാബു എന്റെ തള്ള വിളിക്കണ്ട. ഓ, ഇങ്ങനെയാണോ വിളിക്കുന്നത്? കീറി പൊളക്കാൻ നിങ്ങളെ കൊണ്ടല്ലേ പറ്റുള്ളൂ. കീറി പൊള. സുരേന്ദ്രൻ ബാബുബലി. സുരേന്ദ്രൻ ബാബുബലി. സുരേന്ദ്രൻ ബാബുബലി. സുരേന്ദ്രൻ ബാബുബലി. എന്താണ് കിടന്ന് കീറണത്? ബാബു, നിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നല്ലേ? അമ്മയെ കടിക്കാൻ വന്ന തേളിനെ പിടിച്ചപ്പോഴാണോ കൈ മുറിഞ്ഞത്? അതൊന്നുമല്ല, രാവിലെ കാപ്പ് കുടിച്ചിട്ട് കൈ ഇടാൻ വെള്ളമില്ലായിരുന്നു. അടുക്കളയിലെ കട്ടളയിൽ കൈവച്ച് ഒരു തേപ്പ് പന്നപ്പെട്ടി ഒരു ബ്ലേഡ് കുരുത്ത് വെച്ചിരുന്നമ്മ. അതിൽ നൈസായിട്ട് കൈ കീറിപ്പൊളന്ന് വിത്ത് 6 സ്റ്റിച്ച്. അത് ശിവമാമിയിൻ കട്ടളை. അസക്ക് വിട് ശിവമാമി. അപ്പോ എന്റെ മകൻ. രാജാവാക്കാൻ പറ്റിയ സാധനം. കുട്ടപ്പ മാമ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു യുദ്ധം ചെയ്യാം. ഇങ്ങനെ കൊണ്ട് തോറ്റല്ല. നാക്കി നരയ്ക്കും പോലെ നരച്ചില്ലേ ഉവ്വ? 24 മണിക്കൂർ യുദ്ധം തന്നെ. നിനക്ക് ബോറടിക്കുന്നില്ലേ ഉവ്വ? രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ചാകണം. നിങ്ങൾ യുദ്ധം ചെയ്താ മതി, ചത്തോളും. എടാ, നിന്റെ മൊബൈലിൽ ബ്ലൂ വെയിലുണ്ടോ? ഉണ്ടല്ല. എക്സെൻട്ര ഓൺ ചെയ്. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ മാവന്? അതല്ലടാ, ഇത് ചാവണ കളിയടാ. ഇതും ചാവണ കളി തന്നെ. ചത്തതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നിന്റെ അച്ഛൻ എന്നടേ ചത്തത്? എന്നെ പെറ്റ ദിവസം തന്നെ അച്ഛൻ ചത്ത്. 2 ദുരന്തം ഒരേ ദിവസം നടന്നല്ലേ? ബാബു, റാണി വരുന്നു. പച്ച തീയല്ല, പച്ച തെറി വിളിക്കും ഞാൻ. എവിടെയായിരുന്നു നീ? ഞാൻ ബാബുവിനോട് പിണക്കോ. എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്ന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്തിനു നോക്കണം? ബാബു, എന്നെ ആദ്യമായി കണ്ടപ്പോ എന്നിലെ എന്താണ് താങ്കളെ ആകർഷിച്ചത്? സംശയമുണ്ട്. നിന്റെ പല്ലുകൾ. ആണോ? അത്രയ്ക്ക് ഇഷ്ടമാണോ എന്റെ പല്ലുകൾ? എനിക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ ഞാൻ ഇത് മാറ്റി സ്വർണ്ണപ്പല്ല് വെച്ചാലോ? സെപ്റ്റിക് ടാങ്ക് ആരെങ്കിലും സ്വർണം കൊണ്ട് കെട്ടിയ ചരിത്രം ഉണ്ടാടി. ഈ ബാബുവിന്റെ ഒരു തമാശ. എപ്പോഴും എന്നെ കളിയാക്കല്ലേ? പഴയ സ്നേഹം ഇപ്പോ ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട്. ശരിക്കും? ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ. അതെയോ? എങ്കിൽ താജ്മഹലിന്റെ പണി എന്ന് തുടങ്ങും? സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. മേശരിയെ റെഡിയാക്കി. നിന്റെ 16 അടിയന്തര എന്നാണോ
അതിന്റെ പിറ്റേന്ന് തുടങ്ങും പണി. ഓ, ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ മൂഡ് പോയി. എന്നാ ഈ മൂഡ് ഔട്ട് ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. എന്നെ ഉറക്കി കിടത്തിയിട്ട് വേണം ഇവിടെ കിടന്ന് നാടി പൊളക്കല്ലടി കണ്ണ. ബാബു ബാബു എന്തരുവാ? അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിന് വിളിക്കണം. നമുക്ക് പോയാലാ? കണ്ണി കണ്ട ഉടനെ യുദ്ധം, വേലവിളി യുദ്ധം. ശരി, യുദ്ധം വേണ്ടെങ്കിൽ വേണ്ട. വേറൊരു കൊട്ടേഷനും കൊണ്ടാ ഞാൻ വന്നത്. ആരെ തട്ടാ മാമ? നിന്നെ തട്ടാൻ. കൂടെ നിന്നിട്ട് ഒരു വാരി എടാ ഉള്ളത് ശിവമാമി ആ തൊത്തിക്കയ്യനും കൂടെ നിന്നെ തട്ട എനിക്ക് 20,000 രൂപ തന്ന്. 20,000 രൂപയെ? എനിക്ക് അത്രയും വിലയേ ഉള്ളൂ മാമ. അവൻ 5,000 പറഞ്ഞത്. അയ്യേ. ഞാൻ പറഞ്ഞ് കാല് പിടിച്ച് 20 ആക്കി. നീ ധൈര്യമായിട്ടിരി, നിന്നെ ഞാൻ തട്ടേന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ പാതി എടുക്കാം. നിനക്ക് 10, എനിക്ക് 10. അത് കൊള്ളാം. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ച് ജീവിക്കാം. ഓക്കെ? കൊള്ളാം നിങ്ങളുടെ പ്ലാനിങ്. രണ്ടുപേരും ക്ഷീണിച്ചു നിൽക്കല്ലേ? ദാ ആദ്യം ഇത് കുടിക്ക്. ഇങ്ങനെ നേരെ. എടി മൂദേവി, നീ എന്തോന്നടി കലക്കിക്കൊണ്ട് വന്നത്? പോയിസൺ. പായസോ? പായസമല്ല, പോയിസൺ. വാഴക്കിടാൻ വെച്ചിരുന്ന ഉഗ്രൻ ഫ്യൂരി ഡാൻസ്. ഈ മൊട്ട കിളവൻ ഇങ്ങനത്തെ കന്നന്തരവ് കാണിക്കുമെന്ന് അവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടേ നിങ്ങളെ തട്ടാനുള്ള കൊട്ടേഷൻ നേരത്തെ അവരെനിക്ക് തന്നിരുന്നു. എന്തായാലും ആ കള്ളക്കളവി നമ്മളെ കൊല്ലാൻ നോക്കിട്ട് നടന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മാമ? ബാബു, നാളെ 1-ാം തീയതി, മറ്റന്നാ 2-ാം തീയതി ഗാന്ധി ജയന്തി, അതിന്റെ പിറ്റന്ന് ഹർത്താൽ, അത് കഴിഞ്ഞാൽ ഓഡിറ്റ്, അങ്ങനെ ടോട്ടലി 4 ദിവസം വിവറേജ് അവധിയാണ്. അത് മുന്നിൽ കണ്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് അടിച്ചങ്ങ് ചാവാടാ. മദ്യവെച്ചോ ചാവോ മാമ? പിന്നല്ലാതെ. എടാ, മദ്യം വിഷമാണ്, കുടിക്കാൻ വിഷവുമാണ്. സ്ഥിരമായിട്ടൊരു 15 വർഷം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പ്ലിക്കാ പ്ലിക എന്ന് വെച്ചാ കട്ട പുകയെന്ന്. മാമ